മൃഗങ്ങൾ കണ്ടത് മാന്ത്രിക പക്ഷിയെ ഗോൾഡിപ്പരുന്ത് ആ ഗുഹയ്ക്കകത്ത് അടച്ചിട്ടിട്ട് പോയിരുന്നു. പക്ഷിയുടെ ഒരു മുട്ട ഭാര്യപ്പരുന്ത് കൊണ്ടുപോയിരുന്നു. പിന്നെ വേറൊരു മുട്ട അവർ അവരുടെ ഒപ്പം വച്ചിരുന്നു. തുടരുന്നു. മാന്ത്രിക പക്ഷി ഗുഹയിലകപ്പെട്ട് ഇപ്പോൾ ഒരുപാട് സമയമായി. അവൾക്ക് അവളുടെ മുട്ടകളെ ഓർമ്മ വന്നു. ഞാൻ എങ്ങനെ ഈ കല്ല് മാറ്റും? എങ്ങനെ വെളിയിൽ പോകും? എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ തന്നെ ശ്വാസം മുട്ടി മരിക്കുമെന്നാണ്. ദൈവമേ, നീ എന്റെ മുട്ടകളെ രക്ഷിക്കണേ. മറുവശത്ത് ഗോൾഡിപ്പരുന്ത് തന്റെ വശം ഒരു മുട്ടയും എടുത്തുകൊണ്ട് ഭാര്യപ്പരുന്തിന്റെ അടുത്തെത്തി. അവൾ വെള്ളച്ചാട്ടത്തിന് മുൻപിൽ ഇരുന്നിരുന്നു. ഡാർലിംഗ്, ഞാൻ ആ പക്ഷിറാണിയെ ഒരു ഗുഹയിൽ അടച്ചിട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അത് നന്നായി. ഞാനിവിടെ ചിന്തിച്ചിരുന്ന് പേടിക്കുകയായിരുന്നു. ഇനി അവൾ പിന്നാലെ വന്ന് എന്റെ കയ്യിലുണ്ടായിരുന്ന മുട്ട നഷ്ടപ്പെട്ടു പോയെന്നറിഞ്ഞായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായേനെ? എന്താ, ആ മുട്ട നിന്റെ കയ്യിൽ നിന്നും പോയോ? അതെ, അതെന്റെ കാലിൽ നിന്നും പിടിവിട്ട് താഴേക്ക് വീണു. ആ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് കാട്ടിൽ പോകാം. എല്ലാ പക്ഷികൾക്കും സർപ്രൈസ് കൊടുക്കാം. വാ. രണ്ടുപേരും കാടിനുള്ളിലേക്ക് പറന്നുപോയി. അതിരാവിലെ മോണ്ടുകുരങ്ങൻ മരം ചാടി വന്നപ്പോൾ അവൻ എല്ലാ പക്ഷികളെയും മൃഗങ്ങളെയും ഒരിടത്തേക്ക് വിളിപ്പിച്ചു. വരൂ കൂട്ടുകാരെ, നമുക്ക് അന്വേഷിക്കാം. പക്ഷിറാണിയുടെ മുട്ടയിൽ നിന്നും കുഞ്ഞ് വന്നോ ഇല്ലയോന്ന്. അതെ അതെ, പോകാം. നമുക്ക് പക്ഷിറാണികയുടെ മാളികയിലേക്ക് പോകാം. എല്ലാവരും മാളികയിലെത്തിയപ്പോൾ അവിടത്തെ അത്ഭുതകരമായ കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്നു. അവിടെ ഗോൾഡിപ്പരുന്ത് സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. ഭാര്യപ്പരുന്തും ഉണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞ്, അതിന്റെ നെറ്റിക്കും പക്ഷിറാണിക്കുള്ളതുപോലെ തന്നെ കല്ലുണ്ടായിരുന്നു. കൂട്ടിൽ അടച്ചിരുന്നു. ഗോൾഡിപ്പരുന്തേ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്ത് ചെയ്യുക? ഞങ്ങളുടെ പക്ഷിറാണി എവിടെ? നിങ്ങളുടെ പക്ഷിറാണിയുടെ കഥ ഞങ്ങൾ തീർത്തു. ഇത് കേട്ട് എല്ലാവരും പേടിച്ചുപോയി. അങ്ങനെയൊന്നും സംഭവിക്കില്ല. പക്ഷിറാണി അങ്ങനെയൊന്നും മരിക്കില്ല. ഇവിടെ നോക്ക്, ഈ കൂട്ടിലകപ്പെട്ടിരിക്കുന്ന കുഞ്ഞല്ലേ, ഇത് അവളുടെ കുഞ്ഞാ. അവൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വരില്ലേ? ഇതെല്ലാം കേട്ട് എല്ലാവരുടെയും മുഖത്ത് ഒരു ആശങ്കയുണ്ടായി. ഇപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, മനസ്സിലാക്കിക്കോളൂ. ഇന്നു മുതൽ ഈ കാട് ഞങ്ങളുടെ രണ്ടുപേരുടെയും രാജ്യമാണ്. ഞങ്ങൾക്ക് കഴിക്കാനും കുടിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതിനല്ല. അങ്ങനെ എല്ലാ പക്ഷികളും മൃഗങ്ങളും അവരെ സേവിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ജീവിതം സുഖകരമായി മാറി. രാപ്പാടി എപ്പോഴും അവരെ സേവിക്കാൻ മാളികയുടെ അകത്തു തന്നെ നിന്നു. ഒരു രാത്രി അവർ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ കാട്ടിലെ എല്ലാ മൃഗങ്ങളും മീറ്റിംഗ് നടത്തി. എന്റെ ഒരു അറിവിൽ പക്ഷിറാണിക്ക് ഇത്രയും ശക്തിയുണ്ടെങ്കിൽ അവരുടെ മക്കൾക്കും അതേ ശക്തി തന്നെ കാണും. അതെ, അതിന്റെ നെറ്റിയിലും റാണിയുടേത് പോലുള്ള കല്ലുണ്ട്. നമ്മുടെ പക്ഷിറാണിയുടെ നെറ്റിയിൽ അതേ കല്ല്. എന്നാൽ ശരി, ഇന്ന് രാത്രി നമുക്ക് ആ കുട്ടിയെ മോചിപ്പിച്ച് മാളികയിൽ നിന്ന് പുറത്തിറക്കാം. അതിനുശേഷം നോക്കാം അവർ രണ്ടുപേരിൽ നിന്നും എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന്. കുരങ്ങ്, മൂങ്ങ, പ്രാവ് പിന്നെ മിട്ടു മിണ്ടാതെ മാളികയിൽ കയറി. രാപ്പാടി പരുന്തുകൾ എഴുന്നേൽക്കുന്നോ എന്ന് നോക്കി. അവർ നല്ല ഉറക്കത്തിലായിരുന്നു. കുരങ്ങൻ ഒച്ചയുണ്ടാക്കാതെ കൂട് തുറന്ന് അങ്ങനെ കുട്ടിയുമായി എല്ലാവരും പുറത്തേക്കും വന്നു. ചെയ് മോനെ, വേഗം മാന്ത്രികം ചെയ്യ്. ആ രണ്ടു പരുന്തിനെയും നീ കൂട്ടിലടക്കേ. ശരി, ഞാൻ ശ്രമിക്കാം കുരങ്ങ് മാമ. കുഞ്ഞ് കണ്ണുകളടച്ച് മാന്ത്രികം ചെയ്തു. അതിന്റെ നെറ്റിയിൽ നിന്ന് വെളിച്ചം വന്ന് അത് മാളികയ്ക്ക് നേരെ പോയി. എന്നാൽ മാളികയ്ക്കുള്ളിലേക്ക് കയറുന്നതിന് മുൻപ് അത് തിരിച്ചു വന്ന് കല്ലിൽ തന്നെ പതിച്ചു. അയ്യോ, ഇതെന്താണ് സംഭവിച്ചത്? നിന്റെ മായാജാലം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എൻ്റെ മുത്തശ്ശനിൽ നിന്നും കിട്ടുമെന്നാണ്. അദ്ദേഹം ഈ കാട്ടിലെ ഏറ്റവും പ്രായമുള്ള മൃഗമാണ്. അദ്ദേഹത്തിന് ഈ കാടിനെ കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. അങ്ങനെ മോണ്ടുകുരങ്ങ് എല്ലാവരെയും കൂട്ടി മുത്തശ്ശൻ കുരങ്ങന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തോടെല്ലാം പറഞ്ഞു. ആദ്യമായി ഞാനൊരു കാര്യം പറയാം. പക്ഷിറാണി ഒരിക്കലും മരിക്കില്ല. അവർ രണ്ടുപേരും നിങ്ങളിൽ നിന്ന് എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഉറപ്പിക്കാം, നമ്മുടെ പക്ഷിറാണി ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ മറ്റൊരു കാര്യം,
ഞാൻ പക്ഷിറാണിയെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട്. പക്ഷിറാണി 2 മുട്ടകൾ ഇടുമെന്നും അതിൽ ഇരട്ട കുട്ടികൾ ജനിക്കുമെന്നും. എന്നാൽ ആ 2 കുട്ടികളുടെ ശക്തി എങ്ങനെ പ്രവർത്തിക്കുമെന്നാൽ അവർ 2 പേരും ഒരുമിച്ച് വന്ന് മായാജാലം ചെയ്യണം. അതെ, റാണി 2 മുട്ടയിട്ടിരുന്നു, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. നീ വേഗം പോയി എന്നാൽ ആ കുഞ്ഞിനെ അന്വേഷിക്ക്. എന്നാലേ നമ്മളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കൂ. സോനുപ്രാവേ, മിഠു, മൈനെ, കുയിലേ, 4 പേരും 4 ദിശയിലേക്ക് പോകൂ. എല്ലാ കാട്ടിലും പോയി നോക്കൂ. ഏതെങ്കിലും കുഞ്ഞിനെ കണ്ടാൽ ഈ കുഞ്ഞിനെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങളുടെ ഒപ്പം കൂട്ടിക്കൊണ്ടുവരണം. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഇവിടെ തന്നെ വരണം, കേട്ടോ? ഇത് കേട്ടപ്പോൾ 4 പക്ഷികളും 4 വശത്തേക്ക് പറന്നുപോയി. വൈകുന്നേരമായിട്ട് പോലും ഒരു കാട്ടിൽ നിന്നും പക്ഷിറാണിയുടെ കുഞ്ഞിനെ കണ്ടെത്താനായില്ല. അങ്ങനെ ഒരു കാട്ടിൽ സോനുപ്രാവ് ചെന്നപ്പോൾ അവിടുത്തെ രാജാവായ ഷേർഖാന്റെ അടുത്ത് അതുപോലെ ഒരു കുഞ്ഞിനെ കണ്ടു. ഷേർഖാൻ രാജാവ് ജയ് ഹോ. പറയൂ, ആരാണ് നീ? എന്റെ കാട്ടിൽ ആർക്കു വേണ്ടിയാണ് നീ വന്നത്? ഷേർഖാൻ, നിങ്ങളുടെ മുൻപിലിരിക്കുന്ന ഈ കുഞ്ഞ് സത്യത്തിൽ ഞങ്ങളുടെ കാട്ടിലുള്ള പക്ഷിറാണിയുടെ മകനാണ്. നീ വന്നത് നന്നായി. ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടത്തിലായിരുന്നു. ഈ പാവം ആരുടെ കുഞ്ഞാണെന്നും അറിയില്ല, ഒരുപാട് ബുദ്ധിമുട്ടുന്നുമുണ്ട്. കുഞ്ഞെ, നീ ഇപ്പോൾ എന്റെ കൂടെ വാ. നീ ആരാണെന്നും നീ എന്ത് ചെയ്യണമെന്നും കാട്ടിലെത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാം. ശരി മോനെ, പോയി നിന്റെ അമ്മയെ കണ്ടെത്ത്. കുഞ്ഞ് സന്തോഷത്തോടെ സോനുപ്രാവിനോടൊപ്പം കാട്ടിലേക്ക് വന്നു. 2 ഇരട്ട കുഞ്ഞുങ്ങളും തമ്മിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. കുരങ്ങമാമ, ഞങ്ങളുടെ അമ്മ എവിടെ പോയി? മക്കളെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. കുറച്ചു സമയം കൊണ്ട് തന്നെ 2 കുട്ടികളോടും മോണ്ടു കുരങ്ങനെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആ ദുഷ്ടരായ 2 പക്ഷികളെയും ഞങ്ങൾ 2 സഹോദരങ്ങളും നശിപ്പിക്കും. വാ ചേട്ടാ. അങ്ങനെ എല്ലാവരും ആ 2 സഹോദരങ്ങളോടൊപ്പം മാളികയിലേക്ക് നടക്കാൻ തുടങ്ങി. അവിടെ ഗോൾഡിയും ഭാര്യപ്പരുന്തും വളരെ ശാന്തതയോടെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. രാപ്പാടി അപ്പോഴും അവരെ സേവിക്കുന്നുണ്ടായിരുന്നു. ഈ 2 കുട്ടികൾ എവിടെ നിന്നും വന്നു? ആ 2 കുട്ടികളെയും കണ്ടവർ അമ്പരന്നുപോയി. നിങ്ങളുടെ പക്ഷിറാണിയെ അന്വേഷിക്കുന്നതിന് പകരം ഈ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾ ആരെ കൊല്ലാൻ പോവുകയാണ്? ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാം ഞങ്ങൾ കുട്ടികൾ നിന്നെ എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. ഇത് കേട്ട് 2 പേരും ചിരിക്കാൻ തുടങ്ങി. 2 കുട്ടികളും മാന്ത്രികം ചെയ്ത് അവരുടെ നെറ്റിയിലെ കല്ലിൽ നിന്നും വെളിച്ചം വരുത്തി അത് പരുന്തിന് നേരെ പോയി. പെട്ടെന്ന് 2 പേരും ഒരു വലിയ കൂട്ടിലകപ്പെട്ടു. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? ഇനി പറ, നിങ്ങൾ എന്റെ അമ്മയെ എവിടാ വച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ കൂട് കൊണ്ടുപോയി ഞങ്ങൾ നദിയിലെറിയും. അയ്യോ, വേണ്ട, ഞാൻ പറയാം. ഗോൾഡി അവരോട് ഗുഹയെക്കുറിച്ച് പറഞ്ഞു. പക്ഷിറാണിയെ പൂട്ടിയിട്ടിരിക്കുന്ന ഗുഹ. എല്ലാ മൃഗങ്ങളോടൊപ്പം 2 കുട്ടികളും ആ ഗുഹയിലേക്ക് പോയി. അവരുടെ മായാജാലം കാട്ടി കല്ല് മാറ്റി. അപ്പോൾ പക്ഷിറാണി ഗുഹയിൽ നിന്നും വെളിയിൽ വന്നു. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പക്ഷിറാണിയുടെ കണ്ണിൽ നിന്നും സന്തോഷക്കണ്ണീർ വന്നു. 2 കുട്ടികളും അവരുടെ അമ്മയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചു. എന്റെ പൊന്നു മക്കളെ, എനിക്കറിയില്ലായിരുന്നു നിങ്ങളെ ഞാൻ ഇനി എന്ന് കണ്ടെത്തുമെന്ന്. പക്ഷിറാണി എല്ലാവരോടൊപ്പം കാട്ടിലേക്ക് തിരിച്ചെത്തി. അവരുടെ മാളികയിൽ അവരുടെ മക്കളോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. ഗോൾഡി പരുന്തിനെയും ഭാര്യയെയും എന്നേക്കുമായി കൂട്ടിൽ തന്നെ അടച്ചിട്ടു.